ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് 2 പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കണം. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മളിതിവിടെ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡ് എടുത്ത് ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മളിതിവിടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഫില്ലിങ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം 4 സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമ്മളിതിപ്പോൾ ഞാനിവിടെ ഉന്നക്കായുടെ ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞ് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.